ഹലോ, ഓരോൺ ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ വിലയും മറ്റു വിവരങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. അതുപോലെ DTDC കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. മിൽക്കി ബാംബു വെറൈറ്റിയിൽ വരുന്ന ഒരു ഇൻഡോർ പ്ലാന്റാണിത്. അത്യാവശ്യം വലുപ്പമുള്ള നല്ലൊരു പ്ലാന്റാണ്. നമുക്ക് വീടിനകത്ത് ഇങ്ങനെ വെച്ച് സ്റ്റൈൽ ചെയ്യാം. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലും വീടിന് പുറത്തൊക്കെ വെച്ചും നമുക്കിതുപോലെ സ്റ്റൈൽ ചെയ്തെടുക്കാം. 250 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു പ്ലാന്റാണ്. ആദ്യം കാണിക്കുന്ന പ്ലാന്റ് കലാത്തിയ വെറൈറ്റിയാണ്. ഇത് ഡബിൾ ഷൂട്ട് ഉണ്ട്. അതിൽ 2 പ്ലാന്റ് ഉണ്ട്. അപ്പോൾ രണ്ടിനും കൂടി നമ്മളൊരു 150 റുപ്പീസാണ് ഈ ഒരു പ്ലാന്റിന് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇത് കലാത്തിയുടെ ജിഞ്ചർ വെറൈറ്റിയാണ്. ഇതൊരു 6-7 ഷൂട്ട് പ്ലാന്റ്സ് ഇതിൻ്റെ അടിയിലുണ്ട്. ഇത് കുറച്ച് ബുഷിയായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റാണ്. ഇതിന് ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് 160 റുപ്പീസാണ്. ഇതിന് കുറേ ഷൂട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ചാർജ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് ഉണ്ട്. ഇത് 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് ഫിഷ് ടെയിൽ ഫേണാണ്. ഇതിന് നമ്മൾ ചാർജ് ചെയ്തത് 150 റുപ്പീസാണ്. ഇത് എപ്പീഷ്യ റെഡ് വെറൈറ്റിയാണ്. ഇതിന് നമ്മൾ 60 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഇത് എപ്പീഷ്യ ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് റെഡ് പൂക്കളാണ് ഇതിൽ വരിക. ഇതും 60 റുപ്പീസാണ്. ഇത് എപ്പീഷ്യ ഗ്രീൻ വെറൈറ്റി വിത്ത് റെഡ് ഫ്ലവർ. ഇത് നമ്മൾ 60 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഇത് ഡ്രസീനയുടെ ഒരു വെറൈറ്റിയാണ്. നല്ല ബ്രൗൺ ഷെയ്ഡൊക്കെ വരുന്ന നല്ല കാണാൻ ഭംഗിയുള്ള ഒരു വെറൈറ്റി. അത്യാവശ്യം ഒരു മീഡിയം സൈസ് ചെടിയാണ്. നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്തത്. അതിൽ ചെറുത് 50 റുപ്പീസ് തന്നെയാണ്. പിന്നെ ഇത് ഡ്രസീനയുടെ വേറൊരു വെറൈറ്റിയാണ്. പിന്നെ ചുരുണ്ട ഇലകളോട് കൂടി കുറച്ച് ഇങ്ങനെ ഒരു തിക്കായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ്. ഇത് 70 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഇത് ഫിറ്റോണിയയുടെ പ്ലാന്റാണ്. ഇത് 50 റുപ്പീസാണ് വരുന്നത്. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. അതുപോലെ തന്നെ വെരിഗേഷനുള്ള ഒരു പ്ലാന്റാണിത്. ഇതും 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഇത് സിൽവർ പോത്തോസിൻ്റെ ഒരു പ്ലാന്റാണ്. ഇത് നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇൻഡോറും ഔട്ട്ഡോറൊക്കെ വയ്ക്കുന്ന ഒരു റബ്ബർ പ്ലാന്റിൻ്റെ ചെടിയാണ്. അത്യാവശ്യം നല്ലൊരു ഹെൽത്തി പ്ലാന്റാണ്. ഒരു മീഡിയം സൈസുള്ള പ്ലാന്റാണ്. നമ്മൾ 150 റുപ്പീസാണ് ഈ പ്ലാന്റിന് ചാർജ് ചെയ്യുന്നത്. ഇത് സിങ്കോണിയം പ്ലാന്റ് വെറൈറ്റിയാണ്. ഇത് സിങ്കോണിയത്തിൻ്റെ പിങ്ക് വെറൈറ്റിയാണിത്. ഇത് അത്യാവശ്യം നല്ല വലിയൊരു പ്ലാന്റാണ്. ഒരു 3 ഷൂട്ട്സ് ഉണ്ട് ഇതിൽ. 3 ഷൂട്ടുകളോട് കൂടിയ ഒരു വലിയ പ്ലാന്റാണ്. ഇത് നമ്മൾ 80 റുപ്പീസാണ് ചാർജ് ചെയ്തത്. ഇത് 3 ഷൂട്ടുള്ളതുകൊണ്ടാണ് 80 റുപ്പീസ് ചാർജ് ചെയ്യുന്നത്. ഇത് അഗ്ലോണിമ റെഡ് വാലന്റൈൻ വെറൈറ്റിയാണ്. ഇത് 150 റുപ്പീസ് ഈച്ചാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. 150 രൂപയാണ് ഒരു ചെടിക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇത് ബ്ലാക്ക് സീസിയാണ്. ഇത് ഇൻഡോറും ഔട്ട്ഡോറൊക്കെ വയ്ക്കാൻ പറ്റിയ ചെടിയാണ്. ഇത് നല്ല വൈറ്റ് ഒരു പോട്ടിലൊക്കെ വെച്ചാൽ ഔട്ട്ഡോർ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ചെടിയാണ്. അത്യാവശ്യം വലിയൊരു പ്ലാന്റാണ്. 200 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഇത് അഡൻസോണി മോൺസ്റ്ററാണ്. അത്യാവശ്യം വലിയൊരു പ്ലാന്റാണ്. 100 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഇത്ര വലിപ്പമുണ്ട്. ഇത് സിങ്കോണിയം നാരോ ലീഫ് പ്ലാന്റാണ്. ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ നാരോ ആയിട്ടാണ് ഉള്ളത്. 30 റുപ്പീസാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. ഇതാണ് പ്ലാന്റ്. ഇത് കലേഡിയം ഒരു ഡ്വാർഫ് വെറൈറ്റിയാണ്. ഇതിന് നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഇത് ബേബി റബ്ബർ പ്ലാന്റ് ആണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡൊക്കെ വരുന്ന ഒരു ചെടിയാണ്. ഒരു മീഡിയം സൈസ് ചെടിയാണ്. 40 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഇത് അഗ്ലോണിമ ബോക്സ്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് നമ്മൾ 150 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഇത് ഗോൾഡൻ പോത്തോസ്. നമ്മൾ 30 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. 30 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഇത് ക്രിപ്താന്തസ് വെറൈറ്റീൻ്റെ ഒരു പ്ലാന്റാണ്. അത്യാവശ്യം നല്ല വലിയൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള ഇലകളോട് കൂടിയൊരു പ്ലാന്റാണ്.
ക്രിപ്താന്തസ് വെറൈറ്റി. 200 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വലിയ ഒരു ചെടിയാണിത്. ഇത് ചൈന ഡോളിൻ്റെ ഒരു വലിയ പ്ലാന്റാണ്. അത്യാവശ്യം വലിയ പ്ലാന്റാണ്. നല്ല കട്ടിയുള്ള തണ്ടോട് കൂടിയ ഒരു പ്ലാന്റാണ്. 150 റുപ്പീസാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇത് ഇൻഡോറും ഔട്ട്ഡോറൊക്കെ വയ്ക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. 150 റുപ്പീസാണ്. ഇത് കലേഡിയത്തിൻ്റെ ഒരു പ്ലാന്റാണ്. ചെറിയൊരു പ്ലാന്റാണ്. 10 റുപ്പീസാണ് നമ്മളിതിന് ചാർജ് ചെയ്യുന്നത്. സിംഗിൾ ലീഫാണ്. ഇത് റിയോ പ്ലാന്റ് ആണ്. 60 റുപ്പീസ്. റിയോ പ്ലാന്റ് 60 റുപ്പീസ്. നെക്സ്റ്റ് യൂക്ക പാമിൻ്റെ ഒരു വലിയ ചെടിയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ 350 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. നേരെ നിങ്ങൾക്ക് പോട്ടിലേക്ക് മാറ്റി വീടിൻ്റെ മുൻവശത്തൊക്കെ വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ്. ഇനി ഞങ്ങളുടെ കയ്യിലുള്ളത് ഒരു റെയർ വെറൈറ്റിയാണ്. അതായത് സാഗോ പാമിൻ്റെ ഞങ്ങൾ ബോൺസായി ആയിട്ട് സാഗോ പാമിനെ കുറച്ച് കാലമായിട്ട് വീട്ടിൽ വളർത്തുന്നുണ്ട്. ഒരു 6-7 ഇയേഴ്സൊക്കെ ഇതിന് പ്രായമുണ്ട്. അതിൽ കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ബോൺസായി ആയിട്ട് നിർത്താൻ തുടങ്ങിയിട്ട് ഒരു 6-7 ഇയേഴ്സ് ആയി. അതിന് മുമ്പും ഈ ചെടി ഞങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ബോൺസായി ആയിട്ട് നിർത്തിയിരുന്ന ഒരു സാഗോ പാമാണിത്. ഇത് നമ്മൾ ചാർജ് ചെയ്യുന്നത് 500 റുപ്പീസാണ്. അപ്പോൾ ഇത് ഒറ്റ ഒരെണ്ണേ നമ്മുടെ കയ്യിലുള്ളൂ. വേണ്ടവർ എത്രയും പെട്ടെന്ന് വിളിക്കാം. താങ്ക് യു.